വളരെ സാരമായ ഭാഗങ്ങൾ. കാരണം നമുക്ക് പലപ്പോഴും സ്വർഗത്തിലുള്ള കാര്യവും ക്രിസ്തു ചെയ്ത കാര്യവുമൊക്കെ പറയാനായിട്ട് വളരെ എളുപ്പമാണ്. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ അത് നിവർത്തിക്കേണ്ട രീതിയെക്കുറിച്ചും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും ഈ യാഥാർത്ഥ്യങ്ങൾ നിഴലിക്കാനായിട്ട് ഇടയാകണം. അല്ലെങ്കിൽ ആ നിലയിലുള്ള ഉപദേശങ്ങളാണ് ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഈ ലോകത്ത് ഒരു ആത്മീയ ജീവിതം സാധ്യമല്ലെന്നും ഒരു വിശുദ്ധ ജീവിതം സാധ്യമല്ലെന്നും ഈ മെറ്റീരിയലായിട്ടുള്ള ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നിടത്തോളം നമുക്കതിന് ഒരു സാധ്യതയുമില്ലെന്നും പഠിപ്പിച്ചുകൊണ്ടിരുന്ന തത്വശാസ്ത്രത്തിലും, എന്ന് മാത്രമല്ല ശരീരത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊന്നും നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്നില്ല, ദൈവത്തോടുള്ള ബന്ധത്തെ ബാധിക്കുന്നില്ല എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിൽ വളരെ വ്യക്തമായിട്ട് ഇതെല്ലാം സാധിക്കും എന്ന് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അത് പ്രായോഗിക ജീവിതത്തിൽ അനുവർത്തിക്കാൻ സാധിക്കും. നമ്മളായിരിക്കുന്ന സമൂഹത്തിലും സാഹചര്യത്തിലും വിശ്വാസികളുടെ ഇടയിലും അവിശ്വാസികളുടെ ഇടയിലും ഒക്കെ നമുക്കത് സാധിക്കുന്ന കാര്യമാണ്. അത് സാധിക്കത്തില്ല എന്നുള്ള ടീച്ചിങ് തന്നെ അതൊരു പൈശാചികമായിട്ടുള്ള ടീച്ചിങ് ആണ് എന്നുള്ളത് പൗലോസ്ലീഹ വളരെ തുറന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാനാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച പോലെ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവയുടെ മേൽ പരസ്യമായ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യമായ കാഴ്ചയാക്കി. അപ്പോൾ ഈ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പകയും വിദ്വേഷവും അനേക നിലയിലുള്ള കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിനും സാമൂഹിക ജീവിതത്തിനും യോഗ്യമല്ലാത്ത കാര്യങ്ങളെ കൊണ്ട് നിറച്ച് അവൻ്റെ വ്യക്തിബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കി. ആ വ്യക്തിബന്ധങ്ങളിലൂടെയാണല്ലോ, വ്യക്തികളാണല്ലോ സമൂഹത്തിലുള്ളത്. അപ്പോൾ വ്യക്തിബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കി പ്രവർത്തിക്കുന്ന പൈശാചികമായ രീതി നമുക്കറിയാം. എഫേസ്യർ എന്ന ലേഖനം വായിക്കുമ്പോൾ നമുക്ക് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ഇവിടെയും നമ്മൾ വായിച്ചു, ക്രിസ്തുവിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന് സ്നേഹത്തെ അറിയുവാൻ നിങ്ങളെ പ്രാപ്തരാകുകയും വേണം എന്നുള്ള ഭാഗം എഫേസ്യർക്ക് എഴുതുന്ന ലേഖനം പഠിച്ചപ്പം നമ്മൾ പഠിക്കാനിടയായി തീർന്നു. കാരണം അവിടെയും ഒരു സാഹചര്യമെന്ന് പറയുന്നത് ഈ ജാതികളിൽ നിന്ന് വന്നിട്ടുള്ള വിശ്വാസികളും അതുപോലെ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന വിശ്വാസികളും തമ്മിൽ ഒത്തുപോകാൻ കഴിയാത്ത പല സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ അതിനെ ആ വിടവുകളെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ അത് പരിഹരിക്കപ്പെടണം, അത് ആ വിടവുകളൊക്കെ അടയ്ക്കപ്പെടണം എന്നുള്ള പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശമാണ് പൗലോസ്ലീഹ അവിടെ കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെയാണ് ഈ ഭാഗത്തും നമ്മളോട് പറയുന്നത്, വിശുദ്ധ ജീവിതം സാധ്യമാണ്. നമുക്ക് നമ്മുടെ ഹൃദയത്തിലും ചിന്തയിലും ഒക്കെ വരുന്ന മറ്റുള്ള വ്യക്തികളോടുള്ള ബന്ധം തകർക്കാനായിട്ട് ഹൃദയത്തിൽ തോന്നുന്ന വികാരങ്ങളും വിദ്വേഷങ്ങളും നമുക്കറിയാം. ഒരു വ്യക്തിയെ സ്നേഹിക്കാനായിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് ആരോ എഴുതിയ ഒരു ആർട്ടിക്കിൾ ഞാൻ പണ്ട് വായിച്ചു. അതൊരു പൂന്തോട്ടം നിർമ്മിക്കുന്നത് പോലെയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് പോയി അത് മണ്ണിളക്കി കൊടുക്കുകയും അതിന് പരിചരണങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്താൽ മാത്രമേ അതൊരു പൂന്തോട്ടം പോലെ വളർന്ന് അതൊരു പൂക്കളൊക്കെ വന്ന് പൂക്കളൊക്കെ വിടർന്ന് വളരെ മനോഹരമായ ഒരു പൂന്തോട്ടം പോലെ ആവത്തുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് സ്നേഹബന്ധവും. നമ്മൾ ഡെലിബറേറ്റായിട്ട് അതിനെ വളർത്താൻ ആഗ്രഹിച്ചില്ലെങ്കിൽ അത് നിശ്ചയമായിട്ടും വളരത്തില്ല. എന്നാൽ അത് വളരാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണോ? ഒന്നും ചെയ്യണ്ട. അതിനെ അങ്ങനെ തന്നെ അങ്ങ് വിട്ടാൽ മതി. ഞാൻ അവളെ കെട്ടി, അവളെ ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ചോണം, അല്ലെങ്കിൽ ഇയാൾ എൻ്റെ ഭർത്താവ്, ഇയാൾ ചെയ്യേണ്ട ഡ്യൂട്ടിയൊക്കെ ഇയാൾ ചെയ്തോണം, അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല, പറഞ്ഞില്ലേലും അങ്ങനെയൊക്കെ വേണം എന്നുള്ളൊരു ധാരണയിൽ പ്രത്യേകിച്ച് നമ്മളൊന്നും വർക്കൗട്ട് ചെയ്യാതിരിക്കുമ്പോൾ ഈ ബന്ധം ഇങ്ങനെ ഡിറ്റീറിയറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ബന്ധം ഇങ്ങനെ അതിന് മൂല്യച്യുതി വന്നുകൊണ്ടിരിക്കും. അത് കേവലം രജിസ്റ്ററിൽ ഒപ്പിട്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പലരൊക്കെ ചേർന്ന് ഇങ്ങനെ കെട്ടിച്ച് വിട്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കേണ്ട ഒരു ബാധ്യതയായിട്ട് തീരുന്ന ഒരു അനുഭവം വരും. ഞാൻ പറയാൻ വ്യക്തിബന്ധങ്ങളിലെല്ലാം, ഇത് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ മാത്രമല്ല, എല്ലാ ബന്ധങ്ങളും തകർക്കുക. നമുക്കറിയാം, സ്നേഹത്തിൽ വേരൂന്നി എന്ന് പറഞ്ഞ്
ആത്മീയ ജീവിതത്തിന് ആ സ്നേഹത്തിൽ വേരൂന്നുന്ന കാര്യം അടിത്തറയായിട്ട് തീരുമ്പോൾ, അതുപോലെ തന്നെ വെറുപ്പിലും വിദ്വേഷത്തിലും വേരൂന്നുന്ന, അതവിടെ പറഞ്ഞിട്ടില്ല, ഞാനങ്ങ് ഇമാജിൻ ചെയ്യുന്നതാണ്. അപ്പം പൈശാചികമായ സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത്? ഇതുപോലെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളിൻ്റെ കുറ്റങ്ങളും കുറവുകളും ബലഹീനതകളും ഒക്കെ വളരെ മാഗ്നിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ദിവസം തോറും ഫ്രീ ആയിട്ട് സാത്താൻ കൊണ്ട് തരും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ഒരു വ്യക്തിയെ വെറുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഓരോ ദിവസവും അവരെ പറ്റി സംശയങ്ങളുണ്ടാകുക, അവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ല തിന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നങ്ങ് തോന്നുക, അവർ പറയുന്നതിനെ തെറ്റിദ്ധരിക്കുക, അവരൊരു പക്ഷേ ഉദ്ദേശിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരു ഹയർ ഡയമെൻഷനിൽ നമ്മൾ ചിന്തിക്കുകയും അതിനെ മാഗ്നിഫൈ ചെയ്യുകയും ചെയ്യുക, അതിനെക്കുറിച്ച് കൂടുതൽ 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 ചിന്തിച്ച് പോകാനായിട്ട് ഇടയാക്കി തരിക. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഒരു വ്യക്തിയെ വെറുക്കാൻ ആഗ്രഹിച്ചാൽ അതിന് എല്ലാ ഒത്താശയും ചെയ്യുന്ന ഒരു ദുഷ്ടശക്തി ലോകത്തുണ്ട്. ആ ശക്തി വ്യക്തിബന്ധങ്ങളിൽ പ്രവർത്തിക്കുന്നു, കുടുംബ ബന്ധങ്ങളിൽ പ്രവർത്തിക്കുന്നു, എല്ലാ മനുഷ്യനുള്ള എല്ലാ ബന്ധങ്ങളിലും പ്രവർത്തിക്കുന്നു എന്നുള്ളത്. നമ്മൾ വിചാരിക്കും ഈ പിശാച് പ്രവർത്തിക്കുന്നത് എവിടെയാണ്. ഞാൻ പണ്ട് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ഒരു വ്യക്തി, അപ്പം ഞാനന്നൊരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുക. കമ്പനി എന്ന് പറയുന്നത് നിങ്ങളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറ പൊടിച്ച് മറ്റുള്ളവർക്കൊക്കെ കൊണ്ട് സപ്ലൈ ചെയ്യുന്ന എൻ്റെ ഒരു സ്നേഹിതൻ്റെ ഒരു കാര്യം, അദ്ദേഹം ഗൾഫിൽ പോയപ്പം തൽക്കാലത്തേക്കൊന്ന് നോക്കിക്കോണേന്നും പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. അപ്പം ആ സമയത്ത് ഈ പാറപ്പൊടി ഒത്തിരി കുന്നുകൂനയായിട്ട് ഇങ്ങനെ കിടക്കുക അവിടെ. അപ്പോൾ എന്നോടൊരു ദിവസം അദ്ദേഹം വന്ന് പറഞ്ഞു, ഈ പാറപ്പൊടിയുടെ മീതെ പൈശാചിക പ്രവർത്തനമുണ്ട് പാസ്റ്ററെ, ഇതിനെ നമ്മൾ ബന്ധിച്ച് ശാസിക്കണം, ഇല്ലെങ്കിൽ ഈ സാധനം ഇവിടുന്ന് പോകത്തില്ല. അപ്പോൾ ഒരു മല പോലെ ഇതിവിടെ കിടക്കുക. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ സഹോദര, ഈ പാറപ്പൊടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല ദൈവം എന്നെ വിളിച്ചേക്കുന്നത്. പാറപ്പൊടി പോകേണ്ട സമയത്ത് പൊയ്ക്കോളും, അതിന് വേണ്ടി ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. എന്നാൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ട ഞാൻ എൻ്റെ ശ്രദ്ധ ആത്മീയ വിഷയങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന് ഈ പാറപ്പൊടിയുടെ മീതെ പ്രാർത്ഥിക്കാനായിട്ട് ആ പ്രേരിപ്പിക്കുന്ന പൈശാചിക ആത്മാവിനെ ഞാൻ ഇന്ന് രാവിലെ ശാസിക്കുക. സഹോദരനെ അല്ല ശാസിക്കുന്നത്, ഞാൻ ആത്മാവിനെ ശാസിക്കുക. കാരണം ഞാൻ ഈ പാറപ്പൊടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനല്ല. അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിന് അതോടുകൂടെ സകലവും നൽകുമെന്ന് പറഞ്ഞ കർത്താവിനെ പിൻപറ്റുകയും അവൻ ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനായിട്ട് വിളിക്കപ്പെട്ടവനാണ്. ഞാനത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്ത് ചെയ്തു, കുറച്ച് നാൾ കഴിഞ്ഞപ്പം പെട്ടെന്ന് അതിന് ക്ഷാമം വന്നു. ഈ സംഗതിയെല്ലാം ആ കുന്നുപോലെ കിടന്ന സാധനമെല്ലാം ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, പലപ്പോഴും ഈ നമ്മുടെ വിചാരം ഈ ഭൗതികമായിട്ടുള്ള നമ്മുടെ തട്ടുംപുറത്തും നമ്മുടെ തേങ്ങ കൂട്ടിയിട്ടടുത്തും അതുപോലെ നമ്മുടെ വേറെ എന്തെങ്കിലും ഇവിടെയൊക്കെയാണ് പിശാച് പ്രവർത്തിക്കുന്നതെന്നാണ്. പിശാച് പ്രവർത്തിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തയിലും അതിനെ തുടർന്ന് തൽഫലമായിട്ട് നമ്മുടെ വ്യക്തിബന്ധങ്ങളിലുമാണ്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു നെഗറ്റീവായിട്ടൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അവിടെ കീപ്പ് ചെയ്ത് അത് നമ്മൾ മനസ്സിൽ സൂക്ഷിച്ച് അതൊരു വലിയ പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കവിതയിൽ പറഞ്ഞ പോലെ അതൊരു വലിയ പോയിസൺ ട്രീ ആയിട്ട് തീരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും കർത്താവിനെ പിൻപറ്റുകയും ചെയ്യുന്ന ദൈവമക്കൾക്ക് ഇത് തിരിച്ചറിയാനും ഇത് പൈശാചിക പ്രവർത്തനമാണെന്നും അത്തരം ചിന്തകളെ മനസ്സിൽ നിന്ന് നിഷ്കാസനം ചെയ്യാനും ദൈവകൃപയാൽ അവർക്ക് അധികാരമുണ്ട്, അവർക്കത് സാധിക്കും എന്നുള്ളത് സത്യമാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന വിഷയം ഈ നിലയിൽ എഫേസ്യർ എന്ന ലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നു, ഇതേപോലുള്ള പൈശാചിക പോരാട്ടങ്ങളെക്കുറിച്ച് വായിക്കുക. അപ്പോൾ അത് കൂടുതലും നമുക്കറിയാം. ഇന്ന് പിശാച് കോട്ട കെട്ടുന്നത് യെരിഹോ കോട്ടയെക്കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുകയാണ്. എന്നാൽ 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചയെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളാണ്! ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചയെയും ഇടിച്ചു കളഞ്ഞ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം മുഖാന്തരം ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് എന്താണെന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ നൽകുകയും അത് സ്നേഹവും സമാധാനവും ശാന്തതയും ദീർഘക്ഷമയും പരോപകാരവും ഇന്ദ്രിയജയവും ഈ നിലയ്ക്ക് വിരോധമായിട്ട് ഒരു ന്യായപ്രമാണവും ഇല്ല എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇത് അപ്രകാരം തന്നെയാണ് ദൈവഹിതമെന്ന് മനസ്സിലാക്കാനും ആ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ചിന്തകളെ നമുക്ക് തിരിച്ചറിയാനും നമ്മുടെ ജീവിതത്തിൽ സാധിക്കും. അപ്പോൾ അങ്ങനെ പരിജ്ഞാനത്തിനായി വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ്
നമുക്കറിയാലോ, ചില സ്ട്രക്ചറുകളൊക്കെ നമുക്ക് ഇഷ്ടമല്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിനോ നമ്മുടെ കോമ്പൗണ്ടിനോ ഒക്കെ യോജിക്കാത്തതായിട്ട് വരുമ്പോൾ നമ്മളത് ഇടിച്ചു കളയുക ചെയ്യുന്നത്. ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി, ക്യാപ്റ്റിവേറ്റിംഗ് എവറി തോട്ട് for the obedience of Christ, to the obedience of Christ, captivating every thought. And the word of God says it is possible for a believer to captivate his thoughts. He doesn't have to fear that he has no control over his thought life. Definitely by the help of the Holy Spirit, God has granted control or the authority to control our thoughts, and it is possible by the power of the Holy Spirit. പരിശുദ്ധാത്മ ശക്തിയാൽ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള അധികാരം യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതാണ് ഈ കൊളോസ്യ ലേഖനത്തിലെയും പ്രതിപാദ്യ വിഷയം. വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി എന്ന് മാത്രമല്ല, നമ്മുടെ ആത്മീയമായിട്ടുള്ള നവോത്ഥാനത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയമായ വ്യത്യാസത്തിന് കാരണമാകുന്ന ക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും ദൈവസന്നിധിയിൽ ഈ പാപസംബന്ധമായിട്ട് മരിച്ചവരാണെന്ന് എണ്ണാനും ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കാനുമുള്ള അധികാരവും അവകാശവും ദൈവം നമുക്ക് നൽകിയേക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, പാപത്തെ ജയിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലും, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലുള്ള ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ധരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതിനുള്ള ബന്ധത്തിലും നമുക്ക് ദൈവം അധികാരം നൽകിയേക്കുക. ദർ ഈസ് എ പ്രൊവിഷൻ, ഒരു അതിനുള്ള ഒരു അടിസ്ഥാനമുണ്ട് ക്രിസ്തുവിൽ. വെറുതെ നമ്മൾ കയറി ധരിക്കാൻ പോകുകയല്ല. ഇതൊന്നും സാധിക്കത്തില്ല എന്ന് പറയുന്ന ആ ആൾക്കാരുടെ ഉപദേശിക്കുന്ന ആ കോണ്ടക്സ്റ്റിൽ പറയുക, ഇതൊക്കെ സാധ്യമാണ്. പ്രവർത്തികളിൽ മാത്രമല്ല, ചിന്തകളെപ്പോലും നിയന്ത്രിക്കാനായിട്ട് ഒരു ദൈവപൈതലിന് സാധിക്കും. പണ്ട് ഞാൻ വായിച്ച ഒരു ആർട്ടിക്കിളാണ്. അത് സൈക്കോളജി പറയുന്നത് ഏത് സ്വഭാവ രീതിയെയും മാറ്റാനായിട്ട് 6 ആഴ്ച മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ഒരു സൈക്കോളജിസ്റ്റ് എഴുതിയ ഒരു ലേഖനമായിരുന്നു. എന്നാൽ തന്നെ നമുക്ക് സാധിക്കത്തില്ല എന്ന് വിചാരിക്കുന്ന പല ഹാബിറ്റുകളും പല ചിന്താശൈലികളും ഒക്കെ മാറ്റാനായിട്ട് പരിശ്രമിച്ചാൽ 6 ആഴ്ച കൊണ്ട് മാറ്റാമെന്ന് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ഔട്ട്ലുക്കിൽ എഴുതിയേക്കുന്നത് ഇതാ. നമ്മളോടും പലപ്പോഴും ഈ ഗോലിയാത്തുമാർ നിന്ന് രാവിലെ വൈകുന്നേരം വെല്ലുവിളിക്കുക, നിങ്ങൾക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് എന്നെ കീഴടക്കാൻ പറ്റത്തില്ല, നീ മരിക്കുന്നത് വരെ ഈ രഹസ്യ പാപം, ഈ രഹസ്യ സ്വഭാവം, അല്ലെങ്കിൽ ഈ നിലയിലുള്ള പാപ ചിന്തകൾ, ഈ നിലയിലുള്ള രഹസ്യമായ കാര്യങ്ങൾ നീ മരിക്കുന്നത് വരെ നിന്നെ വേട്ടയാടും എന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ദൈവത്തിന് വചനം പറയുകയാണ്, അങ്ങനെ ഒരു വിഷയമേ ഇല്ല. ക്രിസ്തു വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ജയോത്സവം കൊണ്ടാടിയവയെ പരസ്യമായ കാഴ്ചയാക്കിയത് കൊണ്ട് അവന്റെ മരണത്തിലും അവന്റെ പുനരുത്ഥാനത്തിലും പാപസംബന്ധമായി മരിക്കാനും നീതിക്ക് വേണ്ടി ജീവിക്കാനുമായിട്ട് ദൈവം നമുക്ക് അധികാരവും അവകാശവും നൽകിയിരിക്കുന്നത് കൊണ്ട് ഈ പ്രവൃത്തി തലത്തിൽ മാത്രമല്ല, ചിന്താതലത്തിൽ പോലും, ചിന്തയുടെ മണ്ഡലത്തിൽ പോലും ഒരു വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് നമുക്ക് സാധിക്കും. അത് പോസിബിൾ ആണ്. അതിനുവേണ്ടി ദൈവത്തിൽ ആശ്രയിച്ചാൽ ഓരോരോ സ്വഭാവങ്ങളെ ജയിക്കാനും ഓരോരോ വികലമായിട്ടുള്ള ബലഹീനതകളെന്ന് നമ്മൾ പലപ്പോഴും ഓമനപ്പേരിട്ട് വിളിക്കുന്ന പല കാര്യങ്ങളെയും ജയിക്കാൻ സാധിക്കും. എൻ്റെ പകുതി സമയം തീർന്നു. അപ്പം ഞാൻ ഇനി ആ ഭാഗത്തേക്ക് ഇനി കൂടുതൽ പറയുന്നില്ല. ഇത് ഒരു സ്പിരിച്വൽ ബേസിസ് ഉണ്ടെന്നുള്ളത്. നമ്മൾ ഈ പ്രായോഗിക ജീവിതം എന്ന് പറയുന്നത് ചില സൈക്കോളജിസ്റ്റ്, ഈ ലോകത്തിലുള്ള ചില ആൾക്കാർ ഉപദേശിക്കുന്നത് പോലെ ആകാൻ പരിശ്രമിക്കുമല്ല, ആകാനായിട്ടുള്ള അധികാരവും അതിനുള്ള ആത്മീയ അവകാശവും ദൈവം നമുക്ക് നൽകിയിട്ടാണ് പറയുന്നത്, നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്കിത് സാധിക്കും. എത്ര മനോഹരമായിട്ടാണ് ദൈവത്തിന് വചനം പറയുന്നതെന്ന് നോക്കിയാട്ടെ. എന്നിട്ട് നമ്മൾ ഇന്നലെ കണ്ടു ചില കാര്യങ്ങളെ ഉരിഞ്ഞു കളയാനായിട്ട് പറഞ്ഞിരിക്കും. ഓൾറെഡി നമ്മൾ 2-ാം അധ്യായത്തിൽ ചിന്തിച്ചു, അവൻ്റെ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. അത് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയാൽ, ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ നിങ്ങൾക്ക് കൈകൊണ്ടല്ലാത്ത ഹൃദയപരിച്ഛേദന ലഭിച്ചിരിക്കുന്നു. ഹൃദയപരിച്ഛേദന ലഭിച്ച നിങ്ങൾക്ക് അത് ദൈവകൃപയാൽ, ദൈവശക്തിയാൽ അത് ചെയ്യാൻ കഴിയും. ഈ ഭാഗങ്ങൾ എന്നെ വളരെ ഉരിഞ്ഞു കളഞ്ഞ് സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ സൃഷ്ടിയെ ധരിച്ചിരിക്കുന്നുവല്ലോ. നോക്കിയാട്ടെ,
ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്തു നിന്ന് രണ്ട് വാക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നോക്കിയാട്ടെ, അത് അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുകയും. വളരെ പ്രായോഗികമായ അനുഭവങ്ങളാണ്. ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാത്ത ആരുമില്ല, പ്രത്യേകിച്ച് ഉപദേശിമാരാണെങ്കിൽ. കാരണം ഈ ഉപദേശിമാരെ തെറ്റിദ്ധരിക്കാനും നാല് പറയാനുമായിട്ട് പലപ്പോഴും ആൾക്കാർ അതിന് ഓൾറെഡി വില്ലിങ്ങാന്നുള്ളതാണ്. അപ്പം ഞാനും എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള പല സാഹചര്യങ്ങളിലൂടെയും പലപ്പോഴും കടന്നു പോകാറുണ്ട്. പണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്തിരി നേരം മുന്നേ പറഞ്ഞല്ലോ, എൻ്റെ സ്നേഹിതൻ്റെ കമ്പനി കുറേ നാൾ നടത്തിയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാസ്റ്ററുടെ മകനെ അവന് പഠിക്കാനായിട്ടൊന്നും ഇതില്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തുകയും അവന് ഭക്ഷണവും അവൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കി അവസാനം അവനെ ഒരു കോളേജിൽ കൊണ്ട് ചേർത്ത് അവനെ ഡിഗ്രിക്കൊക്കെ ചേർത്ത് പഠിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആയിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇവൻ രാത്രി കാലങ്ങളിൽ പോലീസ് യൂണിഫോം അണിഞ്ഞുകൊണ്ട് ഹൈവേയിൽ പോയി വണ്ടികളൊക്കെ തടഞ്ഞു നിർത്തി ആ പോലീസാണെന്നും പറഞ്ഞ് വണ്ടികളിൽ നിന്നൊക്കെ ഇതൊക്കെ വാങ്ങുകയൊക്കെ ചെയ്യുന്ന വിവരം ഞാൻ അറിയുകയും അത് അന്വേഷിച്ച് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവൻ്റെ കാക്കി യൂണിഫോമൊക്കെ ഇങ്ങ് കയ്യോടെ ഞാനിങ്ങ് പൊക്കിക്കഴിഞ്ഞപ്പോൾ ഉടനെ ഇവനും ഇവൻ്റെ കൂട്ടുകാർക്കും കൂടെ എന്നെ കൊല്ലണം. അങ്ങനെ കൊല്ലാനായിട്ട് നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ പറഞ്ഞ എൻ്റെ സ്നേഹിതൻ്റെ കമ്പനി ഒരു കുറച്ച് നാളത്തേക്ക് നോക്കാം എന്നുള്ള ഒരു നിലയിൽ ഞാൻ പോയത്. അവിടെ ചെന്നപ്പം നിങ്ങൾക്കറിയാവില്ലേ, പാറമട തൊഴിലാളികളും ഇതുപോലുള്ള മദ്യപന്മാരും ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരാണ്. എന്നാൽ എനിക്കൊരു റിലാക്സേഷനാണ് ഉണ്ടായത്. 10 പേരുള്ള സഭയെ നിയന്ത്രിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ഈ 50 പേരെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുമ്പം ഒരു ദൈവദാസൻ്റെ ഹൃദയം തകരപ്പെടുന്നത് ഏത് നിലയിലാണെന്ന് വിവരിക്കാൻ പറ്റത്തില്ല. ചെയ്താൽ കുറ്റം, ചെയ്തില്ലെങ്കിൽ കുറ്റം, ദുരാരോപണങ്ങൾ, തെറ്റിദ്ധാരണകൾ, ഏത് കാര്യങ്ങൾ വേണേലും ഒരു ദൈവദാസൻ്റെ മീതെ പറയാമെന്നുള്ളൊരു സാഹചര്യമാണ് ഇന്ന് പല ഇടത്തും ഉള്ളത്. എല്ലാ കാരണത്തിനും ആരാ കാരണം എന്ന് ചോദിച്ചാൽ ഈ ദൈവദാസനാ കാരണമെന്നേ പറയത്തുള്ളൂ. സൂപ്പർഫിഷ്യലായിട്ട് നോക്കുമ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ശരിയാണെന്ന് നമുക്ക് തോന്നും. നമ്മൾ നല്ല കോണ്ടക്സ്റ്റ് ചെയ്താലും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കാനായിട്ട് കഴിയുമല്ലോ. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിലൊന്നും വാദപ്രതിവാദം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. എന്നാൽ ദൈവം ഒരാൾ ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുക. അപ്പം ഈ ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ, തെറ്റിദ്ധാരണ ഉണ്ടായാൽ എന്നുള്ള സാഹചര്യമൊന്നും നമുക്കറിയാത്തതല്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചും കൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുകയും. ഇന്നലെ വൈകുന്നേരം നമ്മുടെ റോമാലേഖന പഠന ഗ്രൂപ്പിൽ ഒരു പാട്ടിട്ട്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പാട്ടാണ്. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർന്നിടും. എം ഇ ചെറിയാൻ സാറ് ആ പാട്ട് എഴുതിയ ഒരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇതിനു മുന്നേ ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞതാണ്. അദ്ദേഹം മധുരയിൽ പോയി ഒരു സഭ സ്ഥാപിക്കുകയും അങ്ങനെ അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ അവിടെയുള്ള ആ സഭ രൂപീകൃതമായി വന്നതിന് ശേഷം അവിടെയുള്ള വ്യക്തികളെല്ലാം കൂടെ ചേർന്ന് നിങ്ങളിവിടുന്ന് മാറിപ്പോകണമെന്ന് പറയുകയും അങ്ങനെ അദ്ദേഹം ആ കൂട്ടായ്മ വിട്ട് മാറിപ്പോകാനായിട്ട് തൻ്റെ വീട്ടിലെ സാധനങ്ങളുമൊക്കെ അടുക്കി ഇങ്ങനെ പോകുന്ന ദിവസം രാവിലെ കർത്താവ് കൊടുത്ത ഗാനമാണ് പ്രതിഫലം തന്നിടുവാൻ. കാരണം ഇതിനൊക്കെ പ്രതിഫലം തരികയും ആശ്വസിപ്പിക്കുകയും നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ദൈവമാണ്, മനുഷ്യരാരും അല്ല എന്ന് നമ്മൾ ധരിച്ചില്ലെങ്കിൽ, അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ താനെ ഇടറിപ്പോവുകയും നമ്മളോട് ചെയ്ത തെറ്റായ കാര്യങ്ങൾക്ക് അതേ നാണയത്തിൽ പ്രതികരിക്കാനുള്ള ഒരു മാനുഷികമായ വാഞ്ച അതെത്ര സ്ട്രോങ് ആണെന്നത് അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ. നമ്മളെ തെറ്റിദ്ധരിച്ച് നമ്മളെ പറയുകയും അസ്ഥാനത്ത് നമ്മളെ വിമർശിക്കുകയും നമ്മൾ ചെയ്ത നന്മയെ തിന്മയായി പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത് ആരോട് പറയും എന്ന് നമ്മൾ വിഷമിച്ചിരുന്ന് അതേ നിലയിൽ ദൈവമേ ആ ഒരു പ്രതികാര ചിന്ത നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് എത്ര പ്രയാസകരമായ കാര്യമാണ് ഈ പ്രതികാര ചിന്തയെ ഓവർകം ചെയ്ത് ഒരുവനോട് ഒരുവൻ ക്ഷമിക്കുകയും. ഇതുകൊണ്ടാണ് പലപ്പോഴും എനിക്കും പല ഭക്തന്മാർക്കും തോന്നിയിട്ടുണ്ട് ഈ ക്ഷമ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മളൊരു വില കൊടുക്കേണ്ട ഒരു വിഷയമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്, പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫർഗീവ് ആൻഡ് ഫർഗെറ്റ്. ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ് ടു ഫർഗീവ്. നമുക്ക് ഛേദമില്ലാത്ത ഒരു കാര്യം, കുഴപ്പമില്ല, നീ എന്നെ പറ്റി രണ്ട് പറഞ്ഞു, കുഴപ്പമില്ല, പോട്ടെ എന്നല്ല.
വളരെ വേദനിപ്പിക്കുന്ന നിലയിൽ കാര്യങ്ങൾ പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ക്ഷമിക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന്. ഈ വചനം ഇന്നലെ ഞാൻ ധ്യാനിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഞാൻ വിചാരിച്ചു, കർത്താവേ ക്ഷമിക്കാൻ സഹായിക്കണമേ, ക്ഷമിക്കാൻ സഹായിക്കണമേ, മറക്കാൻ സഹായിക്കണമേ. വിൽഫുള്ളായിട്ട് എൻ്റെ സഹോദരൻ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ ഇന്ന സഹോദരി അങ്ങനെ പറഞ്ഞു, പോട്ടെ കർത്താവേ അവരുടെ ഈ കുറവുകൾ നീ കണക്കിടരുതേ എന്ന് പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി വീണ്ടും ദൈവസന്നിധിയിൽ കരയാനും ഇടയാകുക എന്നുള്ളത് മാനുഷികമായി അസാധ്യമായ കാര്യമാണ്. എന്നാൽ ക്രിസ്തുവിൽ നമുക്കത് സാധിക്കും എന്ന ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുക. ക്രിസ്തുവിൽ നമുക്കത് സാധിക്കും. അതുകൊണ്ട് അവിടെ എനിക്ക് തോന്നുന്നു ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു തോന്നൽ, നമ്മൾ വിവിധ ഡ്രസ്സുകളാണല്ലോ ഇടുന്നത്. അണ്ടർ ഗാർമെൻറ്റ്സ് ആദ്യം ഇടും, പിന്നെ അതിൻ്റെ പുറത്ത് ഒരു ഷർട്ട് ഇടും, ചിലർ ഇച്ചിരി കാശുള്ളവരാണെങ്കിൽ ഒരു കോട്ടും കൂടി ഇടും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പം എന്ന് പറഞ്ഞതുപോലെ നമുക്കതിനെ വേണമെങ്കിൽ കാണാം. കാരണം പ്രിയരുമായി മനസ്സലിവ്, ദയൊക്കെ നമ്മുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ആയിട്ടും, പിന്നെ താഴ്മ, സൗമ്യത, ദീർഘക്ഷമയൊക്കെ മറ്റുള്ളവർ അനുഭവിക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യം. മറ്റത് അനുഭവിക്കാൻ പറ്റുകയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ആ നിലയിൽ ഞാൻ അതിനെക്കുറിച്ചൊന്ന് സങ്കല്പിച്ച് നോക്കി. കർത്താവെ ആദ്യം അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ ഇട്ടു, അതിൻ്റെ പുറത്ത് ഷർട്ട് ഇട്ടു, പാൻറ് ഇട്ടു, ഒരു കോട്ടും കൂടെ എടുത്തിട്ടു. കാരണം കോട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാറ്റിനും ഇത് സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം തരുവിന്. അതാണ് കോട്ട് കേട്ടാ. വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി ഈ വസ്ത്രധാരണ രീതി. തൊപ്പിയും ദീർഘക്ഷമ, സൗമ്യത, ഇതൊക്കെ ധരിച്ചും കൊണ്ട് ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുകയും. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാൻ കഴിയുന്ന കാര്യം ക്ഷമിക്കാമെന്നല്ല പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ വേറൊന്നുമല്ല പറഞ്ഞേക്കുന്നത്. എന്ത് വിഷയമാണെങ്കിലും ക്രിസ്തുവിനെ പ്രതി, അതാ തൊട്ട് താഴെ കാണുന്നവരെ ക്രിസ്തു ക്ഷമിച്ചതുപോലെ എന്ന് കാണുമ്പോൾ പിന്നെ അതിന് ആർഗ്യുമെന്റ്സ് ഒന്നും അവിടെ ഇല്ല. അൺകണ്ടീഷണലായിട്ട് നിന്റെ പാപങ്ങൾ എന്താണെങ്കിലും കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ ഞാൻ വെളുപ്പിക്കാം, ഞാൻ നിന്റെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു, ഇനി അവയെ ഓർക്കയുമില്ല എന്ന് പറയുന്ന അതേ രീതിയിൽ തന്നെ ഒരു നന്മയും ശ്രേഷ്ഠതയും ന്യായവും പറയാനായിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ ക്രിസ്തു ക്ഷമിച്ചതുപോലെ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മാനുഷികമായിട്ടുള്ള ഇൻ്റലക്ച്വലായിട്ട് കുറച്ച് ഗർവമുള്ള ഒക്കെ നമ്മുടെ ഈ വ്യക്തിത്വത്തിന് നമുക്ക് പലപ്പോഴും അത് അസാധ്യമാണ്. ദൈവകൃപയാൽ അല്ലാതെ നമുക്കത് സാധ്യമല്ല. ഒന്ന് ഇതിനെപ്പറ്റി പ്രസംഗിച്ചാൽ പോലും നമുക്ക് തോന്നും നമ്മളത് നിവർത്തിച്ചെന്ന് ചിലപ്പോൾ തോന്നും. എന്നാൽ നമ്മൾ നിവർത്തിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ആ ഒരു നിലയിലേക്ക് പലപ്പോഴും ആയിത്തീരാൻ്റെ ഇനിയും കാതങ്ങൾ നമ്മൾ മുന്നോട്ട് പോകാനുണ്ടെന്നുള്ളൊരു സത്യമാണ് മനസ്സിലാക്കുന്നത്. ഇത്തരം ദൈവവചനത്തിന് മുന്നിൽ കുറവുള്ളവരായിട്ട് തന്നെയാണ് ഞാൻ ഇന്നലെ തന്നെ വിചാരിച്ചു, കർത്താവെ പല ഇതിനേക്കാൾ, അല്ലെങ്കിൽ ഞാൻ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളെക്കാളും കയ്പായുള്ള ചില വിഷയങ്ങൾ ഞാൻ ക്ഷമിച്ചിട്ടുണ്ടല്ലോ, അതെനിക്കെങ്ങനെ ക്ഷമിക്കാൻ പറ്റി? അതൊക്കെ ശരിയാ. അല്ല, ഇന്നത്തെ കാര്യത്തിലാണ് നമ്മളെ പണ്ട് പലതും ചെയ്തിട്ടുണ്ട്. നനച്ചാൽ ഞാൻ പുലിയെ പിടിപ്പേൻ, എന്നാൽ ഉശിർ പോരാലും നനയ്ക്ക മാട്ടേൻ എന്നുള്ളൊരു നിലയിൽ ശത്രു പലപ്പോഴും നമ്മളെ കൊണ്ട് ഈ വിഷയത്തിൽ വിടരുത്, ഈ വിഷയത്തിൽ നമ്മൾ വിടാൻ പാടില്ല. പണ്ട് നമ്മൾ ക്ഷമിച്ചപ്പോൾ നമ്മൾ പൊട്ടന്മാരായി പോയി. നമ്മളന്ന് നമ്മുടെ വേണ്ടും നമ്മുടെ പവറൊന്നും ഉപയോഗിച്ചില്ല, നമ്മുടെ പ്രിറോഗേറ്റീവ്സ് ഒന്നും എടുത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. ഈ പ്രാവശ്യം അങ്ങനെ മണ്ടത്തരം കാണിക്കരുത്, ഈ പ്രാവശ്യം നീ നിന്റെ കാര്യത്തിന് വേണ്ടി നിന്നേ പറ്റൂ, വിട്ടുകൊടുക്കരുത് എന്ന് നിമിഷം തോറും ശത്രു നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. വിട്ടുകൊടുക്കരുത് ബ്രദറെ, വിട്ടുകൊടുക്കരുത്. ഉപദേശിമാരാണെന്നും പറഞ്ഞ് തലേ കയറി തേര ഓടിക്കാവുന്നതാണ് അവരുടെ വിചാരം. വിട്ടുകൊടുക്കരുത്. ഇങ്ങനെയുള്ള നിർബന്ധത്തിന്റെ പുറത്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിപ്പീൻ എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്ന വചനത്തിൽ ക്ഷമയെപ്പറ്റി പറഞ്ഞേക്കുന്നതിൽ ഒരു ഡീപ്പായിട്ടുള്ള ഭാഗമായി തന്നെ എനിക്ക് അഭിപ്രായപ്പെടാനായിട്ടുള്ളത്. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ ആ കോട്ട അങ്ങോട്ട് എടുത്തിടണം, സ്നേഹം എടുത്തിടണം. ഈ വചനത്തിന് മുന്നിൽ ഞാൻ എന്നെ തന്നെ വീണ്ടും ഈ പകൽക്കാലം ഞാൻ സമർപ്പിക്കുക. കർത്താവ്, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. നമുക്കറിയാവില്ല, ഇതുപോലുള്ള പ്രതികാര ചിന്തകൾ, ക്ഷമിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ ഒക്കെ നടക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഭഞ്ജിക്കപ്പെടുന്നത് ഈ സമാധാനമാണ്. കാരണം നമ്മുടെ ചിന്ത ക്രിസ്തുവിൻ്റെ ആത്മാവിന് അനുയോജ്യമായ ചിന്തയല്ല, ദൈവവചനത്തിന് അനുയോജ്യമായ ചിന്തയല്ല ഈ പ്രതികാര ചിന്ത. തക്ക സമയത്ത് ഞാൻ ഇതിലിരട്ടി ഞാൻ പകരം കൊടുക്കും എന്നുള്ള ചിന്ത ആ ദൈവത്തിൽ നിന്ന് വരുന്ന ചിന്തയല്ല. നോക്കിയാട്ടെ, അപ്പോൾ
എനിക്ക് തോന്നുന്നു ഈ എൻജിനൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മളൊക്കെ, ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറും കൂടെ ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം പല ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഒരു എൻജിൻ, ഒരു ഡീസൽ എഞ്ചിനോ പെട്രോൾ എഞ്ചിനോ നമ്മുടെ കാറ് ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ നമ്മളതിനെ എൻജിൻ തുറന്ന് നോക്കണം, അതിൻ്റെ ഡയൽ നോക്കിയാൽ മതി. സ്പീഡ് എത്ര ഉണ്ട്, RPM എത്ര ഉണ്ട്, അതിൽ ഓയിൽ പ്രഷർ എത്ര ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ എങ്ങനെ ആയിരിക്കുന്നത്, ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയാൽ എൻജിൻ്റെ ഏകദേശം പ്രശ്നം എന്താണെന്ന് നമുക്ക് വിവരമുള്ളയാൾക്ക് അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയാൽ മനസ്സിലാകും. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മനസ്സിലാകാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന ഈ ഇൻഡിക്കേറ്റർ, ഈ സമാധാനം എന്ന് പറയുന്നത്, വേറെ എങ്ങും നോക്കണ്ട. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഈ പ്രശ്നമുണ്ടോ, വെദർ ദർ ഈസ് എ പ്രോബ്ലം ഓർ നോട്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ സമാധാനമാകുന്ന ആ ഡയലിലേക്കൊന്ന് നോക്കിയാൽ മതി. നമുക്ക് പലപ്പോഴും മനസ്സിലാക്കും നമ്മുടെ ചിന്തയിലും അതുപോലെ ദൈവഹിതം കണ്ടെത്തുന്നതിലും ഒക്കെ നമ്മൾ ദൈവഹിത പ്രകാരമാണോ, പരിശുദ്ധാത്മാവിന് അനുസാരമായിട്ടാണോ നമ്മൾ പോകുന്നതെന്ന് അറിയാനായിട്ട് ഈ ഇൻഡിക്കേറ്ററുകൾ നോക്കിയാൽ മതി. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല. നമുക്കറിയാം, ഇതുപോലെ തന്നെ ഇവിടെ ഒരു വാക്യമുണ്ട് എഫേസ്യരുടെ ലേഖനത്തിൽ, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കും ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ ശ്രമിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കാൻ ആര് ശ്രമിക്കണം? താനെ അത് ഒഴുകിക്കയറി വരികയല്ല. നേരത്തെ പറഞ്ഞതുപോലെ എന്നോട് തന്നെ എൻ മനമേ എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, മകനെ ഈ പ്രതികാര ചിന്തകളല്ല, ഇത് ക്രിസ്തുവിൻ്റെ ചിന്തയല്ല, ക്രിസ്തുവിൻ്റെ ചിന്ത നീ ധരിച്ചേ പറ്റൂ, ആ സൗമ്യത ഇത് ധരിച്ചേ പറ്റൂ, സകലത്തിനും മീതെ ആ ഓവർകോട്ട് എടുത്തിട്ടേ പറ്റൂ, അല്ലാതെ പറ്റത്തില്ല. ഈ ക്രിസ്തുവിൻ്റെ അവയവങ്ങളായിട്ട് തീർന്ന വ്യക്തികൾ തമ്മിൽ വിഷയങ്ങളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം. പല വ്യക്തിത്വങ്ങളാണ്, പല സാഹചര്യങ്ങളിൽ വളർത്തപ്പെട്ടവരാണ്, പല കാഴ്ചപ്പാടുകളാണ്. ചിലർ ഒരുപക്ഷെ സ്വാർത്ഥമായിട്ടുള്ള ചില ചിന്തകളിൽ പ്രവേശിച്ച് കാണും, സാത്താൻ അവരെ ഇതൊക്കെ ചെയ്ത് കാണും. എന്നാൽ ഒരു വിള്ളലുണ്ടാകാതെ, അല്ലെങ്കിൽ ആ ശരീരം വിഭജിക്കപ്പെടാതെ, ശരീരത്തിന് വേദനയുണ്ടാകാതെ, ശരീരത്തിൽ പ്രശ്നമുണ്ടാകാതെ പോകണമെന്നുള്ളത് എല്ലാ അന്യായങ്ങളെക്കാളും പ്രയോറിറ്റി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ആ ശരീരത്തിൽ വിള്ളലുണ്ടാകരുതെന്നുള്ളത്, അതിലാണ് പ്രധാനം. അങ്ങനെ വിള്ളലുണ്ടാകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ, ദൈവമേ എനിക്കുണ്ടായ അന്യായം ഞാൻ സഹിച്ചോളാം, എനിക്കുണ്ടായ നഷ്ടം ഞാൻ സഹിച്ചോളാം, എനിക്കുണ്ടായ ക്രിസ്തുവിനെ പ്രതി ആ കാര്യത്തിൽ ഞാൻ മൗനമായിട്ടിരുന്നോളാം, ഇനി എൻ്റെ ന്യായം തെളിയിക്കാനും സ്ഥാപിക്കാനും അത് പൊക്കിപ്പിടിക്കാനും ഞാൻ പോകത്തില്ല. ഇത് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടതായിട്ടുള്ളൊരു തീരുമാനമാണ് എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കി. എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ട ഭാഗം, അതിനെപ്പറ്റി പറയാതെ എൻ്റെ ഓൾറെഡി സമയം പോയാൽ, അതിനായിട്ടല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കട്ടെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ്. എപ്പോഴും ഞാൻ കോട്ട് ചെയ്യുകയും എപ്പോഴും ഞാൻ ധ്യാനിക്കുകയും ചെയ്യുന്നൊരു, ഇതിന് ഇക്വലൻ്റായിട്ട് ഉള്ളൊരു വാക്യം എഫേസ്യർ എന്ന ലേഖനം 5-ാം അധ്യായത്തിലും അതിൻ്റെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 18-ാം വാക്യം, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിന് ദുർനടപ്പുണ്ടാകുമല്ലോ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവിൻ എന്നുള്ള എക്സാക്റ്റ് വാക്യം. എന്നാൽ ഒരു കാര്യം മാത്രം അവിടെ വിട്ടുപോയിട്ടുണ്ട്, ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ എന്നൊരു ഭാഗം. ക്രിസ്തീയ ജീവിതം നമ്മുടെ ആകത്തുക എന്താ, അതിൻ്റെ രഹസ്യം എന്താ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പം 1-ാം സങ്കീർത്തനമാണ് ഒന്നാമത് നമ്മുടെ ഓർമ്മയിൽ വരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായമാണ് വേറൊന്ന് ഓർമ്മയിൽ വരുന്നത്. കാരണം ക്രിസ്തുവും നമ്മളും ദൈവവചനവും നമ്മളും നമ്മുടെ ദൈവവചനം ധ്യാനിക്കുന്നത് നിമിത്തം നമ്മളെ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ, സത്യത്തിൽ ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അത് അവൻ്റെ വചനം വസിക്കുക എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. ഞാൻ നിങ്ങളിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, അങ്ങനെ 15-ാം അധ്യായത്തിൽ നിങ്ങൾ അധികം ഫലം കായ്ക്കും. നിങ്ങൾ ഇതുവരെ ഒന്ന് ചോദിച്ചിട്ട് ഇനി ചോദിപ്പിൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമ്പോൾ ലഭിക്കും. കാരണം അവൻ്റെ വചനം നമ്മളിൽ വസിക്കുന്ന ഒരു സമയത്ത് അവൻ്റെ ഹിതപ്രകാരമല്ലാതെ ചോദിക്കാൻ കഴിയത്തില്ല. അതാ അതിൻ്റെ രഹസ്യം.
ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് നമ്മൾ വായിച്ച് മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരു ആശയം എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ദൈവശക്തിയായിട്ടത് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുന്നു എന്നുള്ളത് ദൈവവചനം നമ്മളിൽ വസിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ കാരണവും അതിൻ്റെ ആവശ്യകതയും. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 1-ാം സങ്കീർത്തനത്തിലെ ഭാഗം അവിടെ പിന്നെ റിപ്പീറ്റ് ചെയ്തേക്കുന്നത് കാണാം. ആറ്റരിക്കുന്നത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു, ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. എന്നാൽ യഹോവയെ ഹൃദയം കൊണ്ട് ദൈവത്തെ ത്യജിച്ച് ജഡത്തിൽ ആശ്രയിച്ച് ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. അവൻ വെള്ളം കാണാത്ത നിലത്ത് ആ ഭാഗം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ്. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള ഭാഗം. വിവരിക്കാൻ സമയമില്ല, എടുത്ത് ജസ്റ്റ് ഒന്ന് വായിക്കുക. മനുഷ്യനിൽ ആശ്രയിച്ച് 17-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, അതിന് മീതലാണ് അതെ അവിടെ 5-ാം വാക്യം മുതൽ. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർനിലത്തിലും പാർക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന് വെള്ളത്തിനരിയെ നട്ടിരിക്കുന്നതും ആറ്റരിയെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്ത് വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും എന്നവിടെ എഴുതിയേക്ക്. നോക്കിയാട്ടെ, ഇതൊരു സത്യമാണ് പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുള്ള സത്യം. ഈ 40 വർഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ അനുസ്യൂതം നടന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് എല്ലാ ദിവസവുമുള്ള വചന വായനയും ധ്യാനവും അത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു അനുഭവം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ പറയാനായിട്ട് കഴിയും. പല മേഖലകളിൽ എൻ്റെ ജീവിതം കടന്നു പോയിട്ടുണ്ട്. ദൈവവേല ചെയ്തിട്ടുണ്ട്. അല്പമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില വർഷങ്ങൾ ആ ഒരു സ്നേഹിതൻ്റെ കമ്പനി നടത്തിയിട്ടുണ്ട്. പല അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ എല്ലാ ഭാഗത്തും ഞാൻ ഈ ദൈവത്തിൻ്റെ കരം, ഈ വാഗ്ദത്തം ഞാൻ എൻ്റെ ജീവിതത്തിൽ അവെയിൽ ചെയ്തിട്ടുണ്ട്. അവൻ്റെ വചനം ധ്യാനിക്കുകയും അവൻ്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന നിമിത്തമുള്ള ഫലകരമായിട്ടുള്ള ഒരു ജീവിതം, ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ അത് സത്യമാണെന്ന് അനുഭവിക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇടയാക്കിയിട്ടുണ്ട്. നമുക്ക് എൻ്റെ ജീവിത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുക, ആശ്രയിക്കാവുന്ന ഒരു വാഗ്ദത്തമുണ്ടെങ്കിൽ ഈ 1-ാം സങ്കീർത്തനത്തിലെ വാഗ്ദത്തമാ, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്നുള്ള വാക്ക്. കാരണം ദൈവഹിതമല്ലാതെ വചനം ഹൃദയത്തിൽ വസിക്കുമ്പോൾ ദൈവഹിതമല്ലാതുള്ളൊരു പരിപാടിക്ക് പോകാൻ ദൈവം നമ്മളെ അനുവദിക്കത്തില്ല. വചനം നമ്മളെ നിയന്ത്രിക്കുമ്പോൾ, ഐശ്വര്യമായി അവൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ, ഹൃദയത്തിൽ നന്ദിയോടെ കർത്താവിന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ, മേക്കിംഗ് മെലഡി ഇൻ യുവർ ഹാർട്ട് എന്നാണ് വായിക്കുന്നത്. മേക്കിംഗ് എ മെലഡി ഇൻ യുവർ ഹാർട്ട്. അവൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗമാണ്. തുടർന്ന് നമ്മൾ വായിക്കുക, എഫേസ്യരുടെ ലേഖനത്തിൽ വായിച്ചു. എന്ത് ചെയ്താലും അതിനെല്ലാം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടും ഇരിപ്പിനെന്നുള്ള സന്തോഷപ്രദമായ ഫലകരമായ ആത്മനിറവിൻ്റെ ജീവിതം നമുക്ക് സാധ്യമാണ്. നമുക്കത് അങ്ങനെ ജീവിക്കാനായിട്ട് കഴിയും. ഈ ദിവസങ്ങളിൽ ആ പൂർണ്ണതയിൽ ജീവിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കും.